അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ മുട്ട റോസ്റ്റാണ്. അതിനു വേണ്ടി ഞാൻ 2 തക്കാളിയും 4 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്ന കാരണം അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്നപ്പോൾ ഞാനൊരു 2 പച്ചമുളക് അരിഞ്ഞതും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് അതിൻ്റെ പച്ച സ്മെല്ലൊന്നും മാറി വരുമ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച 4 ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വാടി വന്ന ശേഷം ഞാനതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പകുതി ഉള്ളി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാനുള്ള കാരണം അധികം ചേർക്കണ്ട. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ച സ്മെല്ലെല്ലാം പോയി നന്നായിട്ട് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം. വെള്ളം ചേർത്തത് നമ്മൾ എല്ലാം ഒന്ന് നന്നായിട്ട് കറക്റ്റ് പാകമായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും മസാലയുടെ ഒക്കെ കുത്ത് സ്മെല്ലെല്ലാം പോയി എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തത്. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് എല്ലാം കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റോസ്റ്റിന് വേണ്ട ഉപ്പ് കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ റോസ്റ്റിന് ചെറിയൊരു മധുരം പിന്നെ നല്ലൊരു ടേസ്റ്റ് വേണം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങി തൊലി കളഞ്ഞ് മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുട്ട അതിലിട്ടിട്ട് അധികം അങ്ങനെ ഇളക്കൊന്നും വേണ്ട, മുട്ട പൊട്ടി പോകണ്ട.
ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു 5 മിനിറ്റും കൂടെ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മുട്ടയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് തരണ വരെ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.